ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ഷവർമ കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ഷവർമയാണ്. അപ്പോൾ ഇതാക്കണം, കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഇതാകണം അരിഞ്ഞു വെച്ച ചപ്പും പിന്നെ കാബേജ് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കടലയും വേവിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമക്കുള്ള മസാലകൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാക്കണം, ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പാൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് സമൂസ ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സമൂസ ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത് ഇപ്പോൾ ഇതാക്കണം, ഞാൻ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതാക്കണം, ഈ വീഡിയോയിൽ കാണുന്ന പോലെ മൈദപ്പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വേറെ സമൂസ ഷീറ്റ് വെച്ച് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗം ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഷവർമ ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷവർമയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണിത്.